ഓം ശാന്തി. നമ്മുടെ ജീവിതത്തിൽ വേണ്ട എല്ലാ കാര്യങ്ങൾക്കും യാത്ര മുന്നോട്ട് പോകുന്നെങ്കിൽ ആദ്യം ഒരു കാൽ വെച്ചിട്ടാണ് ആരംഭിക്കുന്നത്. ഞാൻ എപ്പോഴും ഓർക്കും, പരമാത്മ മഹാവാക്യത്തിൽ ഭഗവാൻ പറയും, ധൈര്യത്തിൻ്റെ ഒരു കാൽ നിങ്ങളുടെയാണെങ്കിൽ സഹായത്തിൻ്റെ 1000 കാൽ ഭഗവാന്റെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന്. ഹിമ്മത്തെ ബച്ചേ മദദേ ബാബ് എന്ന് പറയാറുണ്ട് ബാബ. ധൈര്യമുള്ള മക്കളെ ഭഗവാൻ സഹായിക്കുമെന്ന്. ധൈര്യത്തിൻ്റെ ആദ്യത്തെ കാൽവെപ്പ്. തൻ്റെ ജീവിതത്തിൽ എന്തൊരു കാര്യം നേടിയെടുക്കണമെങ്കിലും ആദ്യത്തെ സ്റ്റെപ്പ് നേടിയെടുക്കേണ്ട ആ വ്യക്തി, ആ ഒരു മനുഷ്യൻ അവർ സ്വയം ചെയ്തേ തീരൂ. എണിക്കാതിരുന്നിട്ട് എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. ആദ്യത്തെ കാൽ വയ്ക്കാതെ മുന്നോട്ട് നടക്കാൻ മനുഷ്യന് സാധ്യമല്ല. എന്ത് കാര്യത്തിനും ആദ്യത്തെ കാൽവെപ്പ് നമ്മൾ ചെയ്തേ തീരൂ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാമ്പത്തിക പ്രയാസങ്ങളെയും അതിജീവിക്കണം എന്നുണ്ടെങ്കിൽ സ്വന്തം മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട്, എഗെയിൻ ഞാൻ അണ്ടർലൈൻ ചെയ്യുകയാണ്, സ്വന്തം മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് പതിയെ പതിയെ നമുക്കെന്തും നേടിയെടുക്കാൻ സാധിക്കും. ഏതവസ്ഥയിൽ നിന്നും കയറാനാകും എന്ന് മനസ്സിലാക്കിച്ചുകൊണ്ട് അതിന് പോം വഴികൾ തിരയാൻ നിങ്ങൾ തയ്യാറാകുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വഴിയിൽ ഒറ്റ സമയത്ത്, ഒരു പ്രാവശ്യം 1 കോടി രൂപ കടമുണ്ട്, 2 കോടി രൂപ കടമുണ്ട്, എറ്റ് എ ടൈം 2 കോടി രൂപ എവിടെന്നെങ്കിലും വന്നിട്ട് 1 കോടി രൂപ വന്നിട്ടേ എൻ്റെ കടം തീരൂ എന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന നിമിഷം വരെ നമുക്കൊരിക്കലും സൊല്യൂഷൻ കിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അതേസമയം നിരന്തരമായിട്ടുള്ള അധ്വാനത്തിലൂടെ ധനത്തിനെ ആകർഷിക്കാൻ വേണ്ടിക്കൊണ്ട് പോസിറ്റീവായിട്ടൊരു ജീവിതശൈലിയെ സ്വന്തമാക്കിക്കൊണ്ട് പെർഫെക്റ്റായിരിക്കുന്ന ഒരു റൂട്ടീൻ നമ്മളെ സ്വന്തമാക്കിക്കൊണ്ട് നമ്മുടെ മനസ്സിന് പവർഫുൾ ആയിരിക്കുന്ന ഗൈഡൻസിലൂടെ നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഏതവസ്ഥയിൽ നിന്നും എവിടേക്കും കയറി വരാനാകും. മാജിക് അല്ല. ഇങ്ങോട്ട് നമ്മൾ അലാവുദ്ദീനും അത്ഭുത വിളക്കും കേട്ട പോലെ ഭൂതം വന്നു, വടി വീശി, സ്വർണ്ണക്കൊട്ടാരം വന്നു, ഇതൊരിക്കലും സംഭവിക്കില്ല. സ്റ്റോറിയാണ്. പക്ഷെ റിയൽ ലൈഫിൽ മാജിക് സംഭവിക്കും. ഒറ്റയടിക്ക് മല വീഴുന്നതല്ല. ഒറ്റയടിക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങളെ നേടിക്കൊണ്ട്, കൊച്ചു കൊച്ചു സങ്കല്പത്തിനെ മാറ്റിക്കൊണ്ട് ജീവിതത്തിൽ വലിയ ലക്ഷ്യത്തിലെത്താൻ പറ്റുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഒരു ടെക്നിക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. 17 സെക്കൻഡുകൾ മാത്രം. അണ്ടർലൈൻ ചെയ്യാണ്, 17 സെക്കൻഡുകൾ മാത്രം. ഈ 17 സെക്കൻഡ് മാത്രം ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം ചെയ്തതുകൊണ്ട് എല്ലാം നേടുന്നതാണോ? ഒരിക്കലുമല്ല. അങ്ങനെ വിചാരിക്കരുത്. പക്ഷേ എറ്റ് എ ടൈം ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ടെൻഷനാവുന്ന സമയത്ത്, വറിയാവുന്ന സമയത്ത്, ചീത്ത കേൾക്കുന്ന സമയത്ത്, കടക്കാർ വന്ന് നമ്മളെ ശല്യപ്പെടുത്തുന്ന സമയത്ത്, രോഗം ശരീരത്തിന് പീഡിപ്പിക്കുന്ന സമയത്ത്, നമ്മുടെ ബന്ധങ്ങൾ നമ്മളെ കുത്തിക്കൊണ്ടിരിക്കുന്ന സമയം വരുമ്പോൾ ഇതിലേതൊരു പ്രതിസന്ധി വന്നാലും മനസ്സ് ശാന്തമാക്കാൻ പ്രയാസമാണ്. നോർമൽ ലൈഫാണ്, എനിക്കറിയാതെയല്ല. പക്ഷെ ഒരു കാര്യം, എനിക്കിങ്ങനെ സാഹചര്യമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി വേറൊരാൾ ചെയ്തിട്ട് നിങ്ങൾക്കൊരിക്കലും ആ റിസൾട്ട് വരില്ല. സോ നമ്മൾ തന്നെ അത് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യണം? സ്വന്തം മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് പവർഫുൾ വിഷ്വലൈസേഷന് വേണ്ടി 17 സെക്കൻഡ് ആദ്യം സെലക്ട് ചെയ്യണം. നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 17 സെക്കൻഡ് സമയം എങ്ങനെ ചെയ്യണം എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. ആദ്യത്തെ സ്റ്റെപ്പ് ഈ ഒരു 17 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ ഒരു 2-3 വാക്ക് അത്ര കൊണ്ട് കഴിഞ്ഞു പോയി. 60 സെക്കൻഡ് അല്ലേ ഒരു മിനിറ്റ് തന്നെ വരുന്നത്. ഒരു അര മിനിറ്റിൻ്റെ ഉള്ളിൽ ആ സമയത്ത് മാത്രം നിങ്ങൾക്ക് നിങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. അതുകൊണ്ട് ആദ്യം ആ ഒരു 17 സെക്കൻഡിലേക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ്. ഫസ്റ്റ് നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, നന്നായിട്ട് വലിക്കണം, നമ്മുടെ ഉള്ളിൽ നിറയണം. ആ സമയത്ത് ശ്രദ്ധ ശ്വാസത്തിലേക്ക്. ശ്വാസം നിറയുന്നു, പതിയെ നമ്മുടെ ഉള്ളിൽ നിറയുന്നു. നമ്മുടെ ലങ്സ്, നമ്മുടെ വയറ്, നെഞ്ച്, ഫുൾ ബോഡിയിൽ ആ ശ്വാസം നിറഞ്ഞു. എന്നിട്ട് പതുക്കെ ശ്വാസത്തിനെ പുറത്തേക്ക് വിടുക. റിലാക്സ്. എഗെയിൻ ഉള്ളിലേക്ക് ശ്വാസം എടുക്കുന്നു, സ്ലോലി പതിയെ നിറയുക. നമ്മുടെ ലങ്സ് നിറഞ്ഞു, നെഞ്ചിൽ നിറഞ്ഞു, വയറ് നിറഞ്ഞു. ഫീൽ ചെയ്യുക ഫുൾ ബോഡി ഓക്സിജനേറ്റഡായി. ദെൻ അഗെയിൻ റിലാക്സ്. പതുക്കെ ശ്വാസം പുറത്തേക്ക് 3 പ്രാവശ്യം ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ മറ്റുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും അവനവനിലേക്കൊന്ന് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. അത് കഴിഞ്ഞ ശേഷമുള്ള 17 സെക്കൻഡ്, ഇത് കഴിഞ്ഞ ശേഷമാണ് 17 സെക്കൻഡ് നിങ്ങൾ കാണേണ്ടത്. ആ 17 സെക്കൻഡ് സമയത്ത് എന്താണോ നിങ്ങളുടെ ആവശ്യം, ധനമാണെങ്കിൽ ധനം, റിലേഷൻഷിപ്പ് നല്ലതാണെങ്കിൽ നല്ലത്, അത് എന്താണോ നടന്ന് കിട്ടേണ്ടതായിരിക്കുന്ന കാര്യം. ഫോർ എക്സാമ്പിൾ, എനിക്ക് പെട്ടെന്നൊരു 10,000 റുപ്പീസ് വേണം, ഒരു 10,000 രൂപ വേണം.
ആ 10,000 രൂപ കയ്യിൽ വന്നിരിക്കുന്നു. ആ 10,000 രൂപ കിട്ടിയ സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യൂ. കയ്യിൽ ആ നോട്ടിൻ്റെ ടച്ച് ചെയ്യുമ്പോഴതായിട്ട് സന്തോഷം. ആ 10,000 രൂപ എന്ന് പറയുമ്പോൾ ഒരു 20, 500 നോട്ടുണ്ടായിരിക്കുമല്ലോ, അതൊന്നിച്ച് ഒരു കെട്ടുപോലെ കയ്യിൽ വന്നിട്ടുള്ള സന്തോഷം. അത് നിങ്ങളിങ്ങനെ മടക്കി പിടിച്ചിട്ട് അതിൻ്റെ 500 പരസ്പരം കണ്ടിട്ട് 500/500 വലിയൊരു എമൗണ്ടായി നാളെ എൻ്റെ അടുത്ത് വരും. ഇങ്ങനെ അതിനെക്കുറിച്ചുള്ളതായിരിക്കുന്ന സം തോട്ട്സ് ക്രിയേറ്റ് ചെയ്യാം. റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ സ്നേഹത്തോടെ വന്ന് നിങ്ങളുടെ കൈ പിടിക്കുന്നു. ആ ഒരു കണ്ണുകളിൽ സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന നിമിഷം പിണക്കങ്ങളൊക്കെ തീർന്നു. എൻ്റെ ഹസ്ബൻഡ് എന്നോട് ഭയങ്കര സ്നേഹത്തോടെ വന്ന് എൻ്റെ കൈ പിടിക്കുകയാണ്, എൻ്റെ വൈഫ് എൻ്റെ വളരെ സ്നേഹത്തോടെ കൈ പിടിക്കുക. നിങ്ങളുടെ അച്ഛൻ, അമ്മ, ഏതാണോ നിങ്ങൾക്ക് ഹീൽ ചെയ്യേണ്ട റിലേഷൻ, ആ റിലേഷൻ വന്ന് കൈ പിടിക്കുന്നു. അവരുടെ കൈകളിലെ വാംത്ത് ഫീൽ ചെയ്യുക, കണ്ണുകളിലെ സ്നേഹം ഫീൽ ചെയ്യുക, മുഖത്ത് നിങ്ങളോടതായിരിക്കുന്ന സ്നേഹത്തിൻ്റെ റിഫ്ലക്ഷൻ ഫീൽ ചെയ്യുക, അവരിൽ നിന്നുള്ളതായിട്ടുള്ള പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരുന്നത് ഫീൽ ചെയ്യുക, ആക്സെപ്റ്റ് ചെയ്യുക, തിരിച്ചു കൊടുക്കുക. 17 സെക്കൻഡിൽ. ഹെൽത്ത് നന്നാക്കാൻ വേണ്ടിക്കൊണ്ടാണ് കാണുന്നതെങ്കിൽ ആ ഹെൽത്ത് ഫുൾ ഹെൽത്തി ആയിട്ട്, ഫോർ എക്സാമ്പിൾ എനിക്ക് ചെറിയൊരു കാര്യം പറയുകയാണ്, ഞാൻ പനിയാണെന്ന് വിചാരിക്കൂ. ആ പനി വന്ന് കിടക്കുന്ന സമയത്ത് പനിയൊന്നും ഇല്ലാതെ ഉഷാറായിട്ട് എനർജറ്റിക് ആയിട്ട് രാവിലെ കുളിച്ച് കഴിഞ്ഞ് ഫ്രഷായി നിൽക്കുന്ന നിങ്ങളെ കാണുക. ഏത് രോഗത്തിനും അതിജീവിക്കാൻ വേണ്ടിക്കൊണ്ട് ഒരു ഹെൽത്തി മൊമെൻ്റാണ് വിഷ്വൽ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല സുഖകരമായിരിക്കുന്ന മൊമെൻ്റ് ഏതാണ് നമ്മൾ കാണുക? രാവിലെ കുളിച്ചൊക്കെ വന്ന് ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു മൊമെൻറ്റ്, അങ്ങനെ ഒരു മൊമെൻറ്റ്, ഹെൽത്തി ആയിരിക്കുന്ന ഒരു മൊമെൻറ്റ് കാണാം. ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ആ ഒരു കൂളിംഗ്, ആ ഒരു ബോഡിയിലുള്ളതായിട്ടുള്ള എനർജിയുടെ സർക്കുലേഷൻ, നമ്മുടെ ആ ഫ്രഷ്നെസ്, ഒരു പക്ഷേ നമ്മൾ കുളിച്ചു വരുന്ന സമയത്ത് ആ സോപ്പിൻ്റെ സുഗന്ധത്തോടു കൂടി ഒരു നല്ല മണം ഉണ്ടായിരിക്കും. അത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഫീൽ ചെയ്യുക. എത്ര സമയം? 17 സെക്കൻഡ്. ഈ പറയുന്ന കാര്യം പോലും എത്രയോ മിനിറ്റ് എടുത്തിട്ടുണ്ടാവും. വിഷ്വൽ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലല്ലേ അത് എത്ര ഡീപ്പിൽ നിങ്ങൾ അതിനെ എൻജോയ് ചെയ്ത് വിഷ്വൽ ചെയ്യുന്നുണ്ടോ അത്രയും വേഗത്തിൽ ആ കാര്യം നമ്മുടെ അടുത്ത് എത്തും. യാതൊരു സംശയവുമില്ല. ഇങ്ങനൊരു കാര്യത്തെ കണ്ട ശേഷം അത് കഴിഞ്ഞ് 3ാമത്തെ സ്റ്റെപ്പ്, ഈ 17 സെക്കൻഡ് സമയം വിഷ്വൽ ചെയ്ത ശേഷം ആ ഒരു കാര്യം നമുക്ക് തന്നതിന്, കിട്ടിയതിന് താങ്ക് യു എന്ന് ഭഗവാനെ താങ്ക് യു പറയുക. നിങ്ങളിനി ഭഗവാനല്ല പ്രപഞ്ചം എന്ന് പറയണോ പറഞ്ഞോളൂ, കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഉപയോഗിക്കാറ് വാക്ക് എൻ്റെ ശിവബാബ, ഞാൻ ശിവനെയാണ് വിശ്വസിക്കുന്നത്, എൻ്റെ ശിവബാബ എന്ന് പറയും, അല്ലെങ്കിൽ എൻ്റെ ഭഗവാനെ എന്ന് പറയുന്നു. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയോട് നന്ദി പറയൂ. ഈ കാര്യം നടത്തി തന്നതിന് താങ്ക് യു 5 പ്രാവശ്യം 10 പ്രാവശ്യം എത്ര പ്രാവശ്യം പറ്റുമോ ഹൃദയം നിറഞ്ഞ മൊമെൻറ്റിൽ, ഹാപ്പി മൊമെൻറ്റ്സിലായിട്ടുള്ള താങ്ക്സ് പറയണം. അത് കഴിഞ്ഞ ശേഷം അത് വിട്ടേക്കണം. ഇങ്ങനെ ഈ 17 സെക്കൻഡിൻ്റെ എക്സ്പീരിയൻസ്, ഇത് രാവിലെ ഞാൻ ഓർമ്മിക്കും, ഒരാൾക്കൊരു കാര്യം പറഞ്ഞു കൊടുത്തപ്പോൾ അവരതിനൊരു മരുന്ന് പോലെ രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്, സന്ധ്യയ്ക്ക്, രാത്രി, ഉറങ്ങും മുന്നൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഉറക്കത്തിൽ പോലും ഉണരുമ്പോൾ ഇക്കാര്യം പ്രാക്ടീസ് ചെയ്തു അത്രേ. അവരുടെ ദിവസങ്ങൾക്കുള്ളിൽ അവരുടെ കാര്യത്തിന് അതായിരിക്കുന്ന സൊല്യൂഷൻ കണ്ടെത്താൻ അവർക്ക് സാധിച്ചു. അപ്പോൾ എത്ര തവണ അതിൽ ആഴത്തിൽ ഇൻറ്റൻസ് ആയിക്കൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, എത്ര തവണ ഈ 17 സെക്കൻഡിനെ റിപ്പീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ, അത്ര വേഗം നിങ്ങളിലേക്ക് ആ കാര്യം നടന്നു വന്നിരിക്കും. ഈ 17 സെക്കൻഡ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ആർക്കും പ്രയാസമല്ല. ഈ 17 സെക്കൻഡിൻ്റെ പല ആവർത്തി ഒരു പ്രാവശ്യം തന്നെ വീണ്ടും ചെയ്യണമെന്നില്ല. ഒരു പ്രാവശ്യം ചെയ്തു, റിലാക്സ്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കും മുന്നേ 17 സെക്കൻഡ്. ഈ ശ്വാസം എടുക്കലും വിടലും, അത് താങ്ക്സ് എല്ലാം കൂടെ വേണമെങ്കിൽ ഒരു 2 മിനിറ്റ് സമയം വരുമായിരിക്കും. ദാറ്റ്സ് ഓൾ. ഇത്രയല്ലേ ഉള്ളൂ. ആഹാരം കഴിക്കും മുന്നേ ചെയ്യുക, ആഹാരം കഴിച്ചിട്ട് ചെയ്യുക, നമ്മൾ ചായ കുടിക്കും മുന്നേ ചെയ്യുക, വെള്ളം കുടിക്കുമ്പോൾ ചെയ്യുക. നിങ്ങൾക്ക് എമർജൻസി ഒരു കാര്യം നടത്തി കിട്ടുന്നുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യം ആഹാരം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണലായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ ആ മൊമെൻറ്റിലൊക്കെ 2 മിനിറ്റ് നിങ്ങളിങ്ങനെ എടുത്തുകൊണ്ട് ഇത് ചെയ്തുകൊണ്ടേ ഇരുന്ന് നോക്ക്. നമ്മളതിൽ ജീവിക്കാൻ തുടങ്ങും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് അത് നടന്നു കഴിഞ്ഞ കാര്യമെന്ന് ഫീൽ ചെയ്യാൻ തുടങ്ങും. വളരെ വേഗത്തിൽ ആ എനർജി നിങ്ങൾക്ക് വേണ്ട ഡ്രീം നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരും. നിങ്ങൾക്ക് അങ്ങനെ സാധിക്കട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. എൻ്റെ വാട്സപ്പ് നമ്പർ മാറ്റിയിരിക്കുകയാണ്. പുതിയ വാട്സപ്പ് നമ്പർ 9747111369 ആണ്. അപ്പോൾ ഇനി എനിക്ക് വാട്സപ്പിൽ ടെക്സ്റ്റ് മെസ്സേജോ അതല്ലെങ്കിൽ വോയിസ് മെസ്സേജൊക്കെ അയക്കുന്നവർ ഈ നമ്പറിലാണ് അയക്കേണ്ടത് കേട്ടോ. ഓം ശാന്തി. താങ്ക് യു.